ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ ബാച്ച്. ഈ ലൈഫ് സേവർ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ ലെക്ചർ സീരീസ് ആണ് ഇപ്പോൾ പോകുന്നത്. PSC, PWD, നമ്മുടെ യൂണിവേഴ്സിറ്റി AE അങ്ങനത്തെ ഇതിനു വേണ്ടിയുള്ള കൺട്രോൾ സിസ്റ്റം, നമ്മുടെ ഇലക്ട്രിക്കലിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലെ കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. LTI സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ബ്ലോക്ക് ഡയഗ്രത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് നമുക്ക് പോവാം. അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കിയായിരുന്നു? ബ്ലോക്ക് ഡയഗ്രാംസിനെ കുറിച്ചൊക്കെ നോക്കിയായിരുന്നു അല്ലേ. ബ്ലോക്ക് ഡയഗ്രാംസ്, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For the signal flow graph shown in the given figure, the value of x2. ഇപ്പൊ നമുക്കിവിടെ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. ഇതില് x2ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. x2 എന്ന് പറയുന്ന നോഡിന്റെ അവിടുത്തെ വാല്യൂ അത് എന്തായിരിക്കും? അതൊരു ഈ ഗെയിൻ പ്രോഡക്റ്റിന്റെയും എന്തായിരിക്കും ഓൾജിബ്രാക് സം ആയിരിക്കും നമുക്ക് അവിടെ വരിക. ഓക്കെ, സോ x2ലേക്ക് എന്തൊക്കെ ആഡപ്പ് ആവുന്നു എന്നുള്ള ആരോ ഡയറക്ഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. നോട്ട്സ് എന്ത് ചെയ്യും? ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. സോ ദ സെക്കൻഡ് നോഡ് ഈസ് x2. x2ൽ നമുക്ക് എന്താണ് ആഡപ്പ് ആയി വരുന്നത് എന്നുള്ളത് നോക്കുക. അതിന് അവിടുത്തെ ആരോ ഡയറക്ഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ x2ൽ ആരോ ഡയറക്ഷൻസ്, അതിലേക്ക് സം ചെയ്യുന്ന ആരോസ് ഏതാണ്? ഫസ്റ്റ് വൺ, ദിസ് ഈസ് വൺ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. സോ x2 നമുക്ക് എങ്ങനെ എഴുതാം? x2ലേക്ക് ആഡപ്പ് ആവുന്ന എന്തൊക്കെയാണ്? x1 a12, x1 a12. ഓക്കെ, ഈ നോഡ് ഇവിടെ x1, അവിടെ എന്താണോ ഉള്ളത് ആ സിഗ്നൽ ഇൻറ്റു ദ ഗെയിൻ, സിഗ്നൽ ആയിട്ട് x1 ഇൻറ്റു ദ ഗെയിൻ a12 പ്ലസ് എന്താണ് സിഗ്നൽ ആയിട്ട് x3 അല്ലെ. ഇതിങ്ങോട്ട് x3യിലെ സിഗ്നൽ എങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്? എങ്ങോട്ട്? x2ലേക്ക് വയ a32, ഒരു ഗെയിൻ a32 ഉണ്ട്. സോ ദാറ്റ് ഈസ് x3 a32. ഈ a23ക്ക് അവിടെ വേറെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അതവിടെ നമുക്ക് മൈനസ് കളയേണ്ട ആവശ്യമൊന്നും നമുക്ക് അവിടെ ശരിക്കും ഇല്ല. ഓക്കെ, അത് മൈനസ് കളയാണെങ്കിൽ x2ന് മൊത്തത്തിൽ നമുക്ക് x2 ഇൻറ്റു a23 സബ്ട്രാക്ട് ചെയ്യുന്ന അങ്ങനത്തെ കേസൊന്നും വേണ്ട. നമുക്ക് എന്താണ് x2ലേക്ക് വരുന്ന ഡേറ്റയുടെ മാത്രം നോക്കിയാൽ, സിഗ്നലിന്റെ മാത്രം നോക്കിയാൽ മതി. അതാണ് x2ന്റെ വാല്യൂ. സോ വാല്യൂ ഫോർ x2 ഈസ് ദ സിഗ്നൽ കമ്മിങ് ഇൻ ടു x2 നോഡ്, ദാറ്റ് ഈസ് x1 a12 ഇൻറ്റു പ്ലസ് x3 a32. സോ ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാണ്? x1 a12 പ്ലസ് x3 a32 ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ്. രണ്ടാമത്തതിൽ അത് ചോദിക്കുന്നതാണ് ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇൻ ദ ഗിവൺ ഫിഗർ ഹാസ്. ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വന്നിട്ടുണ്ട്. ആ ഫിഗറിലെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന് ഉള്ള പ്രത്യേകതകൾ അത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം. 3 ഫോർവേഡ് പാത്ത് ആൻഡ് 2 നോൺ ടച്ചിങ് ലൂപ്സ്, 3 ഫോർവേഡ് പാത്ത് ആൻഡ് 3 ലൂപ്സ്, 2 ഫോർവേഡ് പാത്ത് ആൻഡ് 2 നോൺ ടച്ചിങ് ലൂപ്സ്, 2 ഫോർവേഡ് പാത്ത് ആൻഡ് 3 ലൂപ്സ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? നമുക്കിവിടെ ഫോർവേഡ് പാത്ത് ആരോ നമുക്ക് ട്രാക്ക് ചെയ്താൽ മതി കേട്ടോ. ആരോ ഫോർവേഡ് പോകുന്ന, അതായത് നമ്മുടെ ആറിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ആരോ ഫോർവേഡ്, ലെഫ്റ്റ് ടു റൈറ്റ്. എപ്പോഴും സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന നോട്ട്സ്, സിഗ്നൽ ഫ്ലോ എന്ന് പറയുന്നത്. സോ ആറിൽ നിന്ന് സിയിലേക്ക്. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് ഡയറക്ഷൻ ഈസ് ദിസ് വൺ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡയറക്ഷൻ. സോ ഒരു പാത്തായി. അടുത്ത് രണ്ടാമത്തെ പാത്ത് ഏതാണ്?
ഇവിടെ കൂടെ എന്തുണ്ട്, രണ്ടാമത്തെ ഒരു പാത്ത് ഉണ്ട്. അടുത്ത മൂന്നാമത് വീണ്ടും ഒരു പാത്ത് നമുക്കിവിടെ കാണാം അല്ലേ. ദേ ഇങ്ങനെ പോയിട്ട് ഇതുവഴിക്ക് ഇവിടെ പോയി ഇങ്ങനെ. സോ ഈ 3 പാത്തിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് മൂവ് ചെയ്യാം, ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യാം. 3 പാത്തിൽ കൂടെ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യാം. സോ ഫോർവേഡ് പാത്ത് എത്ര എണ്ണം ഉണ്ട്, ഫോർവേഡ് പാത്ത് 3, ഫോർവേഡ് പാത്ത് 3. ഇനി ലൂപ്പ് നോക്കാം, ലൂപ്പ് നോക്കാം. എത്ര ലൂപ്പ് ഉണ്ട്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ എന്ത് ചെയ്യും, സർക്കുലർ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഡാറ്റ ഫ്ലോ ഇങ്ങനെ സർക്കുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്, ഇതുണ്ടോ, ഇവിടെ ഒരു ലൂപ്പ്, ദിസ് ഇസ് ഫസ്റ്റ് ലൂപ്പ്. ആൻഡ് ഇവിടെ നോക്കൂ, ഉണ്ടോ, ഇതിങ്ങനെ ആരോ മാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഡേറ്റ. ഇവിടെ എന്താണ്, ഇവിടെയും ഫീഡ്ബാക്ക് ലൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ലൂപ്പ് വരുന്നുണ്ട്. സോ ഇവിടെ 2 ലൂപ്പായി. പിന്നെ അടുത്ത് വേറെ ലൂപ്പ് ഉണ്ടോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഡേറ്റ ഫ്ലോ വന്നിട്ട് നമുക്ക് ഇങ്ങനെ റിവേഴ്സ് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് 3 എണ്ണമാണുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നോക്കിയാൽ ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ഫോർവേഡ് പാത്തിന്റെ ലൂപ്പിന്റെ എണ്ണങ്ങൾ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഓപ്ഷൻസ് നോക്കിയാൽ 3 ഫോർവേഡ് പാത്ത്, അതെ 3 ഫോർവേഡ് പാത്താണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും നമുക്ക് കിട്ടും, സിയും ഡിയും എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ എയിൽ 3 ഫോർവേഡ് പാത്ത് ആൻഡ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്. ഫോർവേഡ് പാത്ത് ആണ് 2 നോൺ, അതായത് ഈ ഫസ്റ്റ് വൺ ഈ സെക്കൻഡ് വൺ എന്താണ്, നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. ഇനി 3 ഫോർവേഡ് പാത്ത് ആൻഡ് 3 ലൂപ്സ് ഉണ്ട്. 3 ഫോർവേഡ് പാത്ത് ആൻഡ് 3 ലൂപ്സ് ഉണ്ട്. 3 ഫോർവേഡ് പാത്തും 3 ലൂപ്സും ഉണ്ട്. ഈ 2 ഓപ്ഷൻസും ഈ തന്നിരിക്കുന്ന അനുസരിച്ച് എന്താണ്, ട്രൂ ആണ്. ബട്ട് കുറച്ചുകൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമുക്കൊരു എലിജിബിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് പറയാൻ പറ്റുന്ന 3 ലൂപ്സ് അവിടെ ഉണ്ട് എന്നുള്ള കേസാണ് നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ മാത്രം കാര്യം പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ഈ ഇതിൽ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷൻ ബി അവിടെ ഇല്ല. ബി ഇല്ല എങ്കിൽ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി കൂടെ അവിടെ ഉള്ളതുകൊണ്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. എന്താണ്, 3 ഫോർവേഡ് പാത്തും 3 ലൂപ്സും ഉണ്ട് കേട്ടോ. 3 ഫോർവേഡ് പാത്തും 3 ലൂപ്സും ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of forward path and the number of non-touching loop pairs for the signal flow graph given in the figure are respectively. So ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് നമ്പർ ഓഫ് ഫോർവേഡ് പാത്തും നമ്പർ ഓഫ് നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ്. ഓക്കെ, നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ്, ഇവിടെ ലൂപ്പ് പെയേഴ്സ് ആണ് ചോദിച്ചത് ക്വസ്റ്റ്യൻസിൽ അല്ല. എനിവേ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ് എന്നാവാം. പെയേഴ്സ് എന്നുകൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. എന്ത്, ബി ആണ് ആൻസർ എന്ന കാര്യം കേട്ടോ. സാധാരണ നോൺ ടച്ചിങ് ആകുമ്പോൾ ലൂപ്പിന്റെ പെയേഴ്സ് ആണ് നമുക്ക് എടുക്കുക. എനിവേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ആൻഡ് ദ നമ്പർ ഓഫ് നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ് ഫോർ ദി സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഗിവൺ ഇൻ ദ ഫിഗർ ആർ റെസ്പെക്റ്റീവ്ലി. ഈ തന്നിരിക്കുന്നതിൽ ഫോർവേഡ് പാത്തിന്റെയും നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സിന്റെയും എണ്ണമാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഫോർവേഡ് പാത്ത് നമുക്ക് നോക്കാം. എത്ര എണ്ണം ഉണ്ട് ഫോർവേഡ് പാത്ത്? സോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു പാത്ത് ഉണ്ട്, കണ്ടോ. ആരോ മാർക്ക് കംപ്ലീറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്ന ഫസ്റ്റ് ഒരു പാത്തായി. അടുത്തൊരു പാത്ത് നോക്കൂ. ഈ ആരോ മാർക്ക് ഫ്രണ്ടിലോട്ട് പോകുന്ന വേറെ പാത്ത് ഉണ്ടോ? വേറെ പാത്ത് ഉണ്ട്. ദേ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പാത്ത് പോകുന്നുണ്ടോ? സെക്കൻഡ് വൺ. ദെൻ അടുത്ത തേർഡ് വണ്ണിനൊരു പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ടല്ലോ. വീണ്ടും ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു ആരോ ഇല്ലേ? ഉണ്ട്. ഏതാണ് ആരോ? ഇങ്ങനെ വന്നിട്ട് ഈ വഴിക്ക്, അതായത് ആദ്യത്തെ എന്താണ്, ബി ഡി എഫ്. എഫ് ഇതേതാ, ഇ ആണ്. അപ്പൊ ആദ്യത്തെ പാത്ത് ഏതായിരുന്നു? ബി ഡി എഫ് ഐ ആയിരുന്നു. രണ്ടാമത്തെ പാത്ത് ഏതാ? എ എച്ച് ഐ. രണ്ടാമത്തെ പാത്ത് എ എച്ച് ഐ എന്ന് പറയുന്ന സെക്കൻഡ് പാത്ത്. മൂന്നാമത്തെ പാത്ത് ബി ഇ എഫ് ഐ. ബി ഇ എഫ് ഐ. ഈ 3 ഫോർവേഡ് പാത്തുകളാണ് നമുക്ക് ഉള്ളത്. ഫോർവേഡ് പാത്തിന്റെ എണ്ണം അപ്പൊ എത്ര? 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് പാത്തും ലൂപ്പ് നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ് അതല്ലേ ഓർഡർ.
അങ്ങനെയാണെങ്കിൽ 3 എണ്ണം മതി. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ആദ്യം വരുന്നത് എന്താണ്? ആദ്യം വരുന്നത് ഫോർവേഡ് പാത്തിന്റെ എണ്ണമാണ്. ഓക്കെ, ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോർവേഡ് പാത്തിന്റെ എണ്ണമാണ്. ഇനി നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ് ആണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര ലൂപ്പ് ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ എത്ര ലൂപ്പ് ഉണ്ട്? സോ ഫസ്റ്റ് ഇവിടെ നോക്കിയാൽ സൈക്ലിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. ഇത് ഇവിടെ കാണുന്ന ആദ്യത്തെ ലൂപ്പ്, ഫസ്റ്റ് ലൂപ്പ്. ദിസ് ഈസ് 1 ലൂപ്പ്. ഓക്കെ, ഇതൊരു ലൂപ്പായി, ഒരെണ്ണം കിട്ടി. അടുത്തത് ഇത് കണ്ടോ, സി ഡി, ബി എന്ന് പറയുന്ന ഒരു ലൂപ്പാണ്. ബി ഇസ് എ ലൂപ്പ് ആൻഡ് സി ഡി ഇസ് എ ലൂപ്പ്. ബി ഉണ്ട്, സി ഡി ഉണ്ട്, then CE ഉണ്ട് അല്ലെ. CE is another loop. നെക്സ്റ്റ് ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഡേറ്റ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ടോ? അപ്പൊ ഈ ഫ്ലോ വരുന്നൊരു അനദർ ലൂപ്പ്, അതായത് HGC എന്ന് പറയുന്ന അനദർ ലൂപ്പ്. ഇനി അടുത്തത് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. എന്താണത്? GF. അങ്ങനെ 5 ലൂപ്പ് നമുക്കിവിടെ ഉണ്ട്. 1, 2, 3, 3 ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് നാലാമത്തെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നു? നാലാമത്തത് ഇതാണ് നാലാമത്തത്. അടുത്ത് അഞ്ചാമത്തത് ഇങ്ങനെ പോകുന്നതാണ് അഞ്ചാമത്തത്. സോ 5 ലൂപ്പ് ഉണ്ട്. ഇതിൽ നോൺ ടച്ചിങ് ആയിട്ടുള്ള എത്ര ലൂപ്പ് പെയേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നോൺ ടച്ചിങ് ലൂപ്പ് പെയേഴ്സ് ഒരു നോഡിൽ എന്ത് ചെയ്യാൻ പാടില്ല? 2 ലൂപ്പുകൾ ഒരു കോമൺ നോഡ് അല്ലെങ്കിൽ ഒരു കോമൺ ബ്രാഞ്ചോ ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, കോമൺ നോഡ് ഷെയർ ചെയ്യാൻ പാടില്ല. ഒരു മിനിമം ഒരു നോഡ് പോലും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുള്ളൂ. സോ ഇവിടെ അങ്ങനെ നോക്കുവാണെങ്കിൽ എത്ര ലൂപ്പ് ഉണ്ട്? 5 ലൂപ്പിന്റെ കേസ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഏതൊക്കെ ലൂപ്പായിരിക്കും അങ്ങനെ നോൺ ടച്ചിങ് ആയിട്ട് ഉണ്ടാവുക? ഈ ലൂപ്പും എന്താണ്? നോൺ ടച്ചിങ് ആണ് അല്ലെ. ആ 2 ലൂപ്പ് മാത്രമേ നോൺ ടച്ചിങ് ആയിട്ട് വരുന്നുള്ളൂ. ഇതും അതായത് ഒരു പെയർ മാത്രമേ നമുക്കിവിടെ 1 പെയർ ഓഫ് നോൺ ടച്ചിങ് ലൂപ്പ്. ഓക്കെ, നോൺ ടച്ചിങ് ലൂപ്പ്. ഓക്കെ, കാരണം ബാക്കി വരുന്ന ലൂപ്പ് എല്ലാം ഈ 2 നോഡിലും കോമൺ ആയിട്ടാണ് വരുന്നത്. 2 നോഡിലും കോമണാണ്. 2 നോഡും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഒരു നോഡെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു നോഡെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഈ നോഡിലാണ് ഒരു ലൂപ്പ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ലൂപ്പ്, മൂന്നാമത്തേത് ഇങ്ങനത്തെ ലൂപ്പ്, ദെൻ നാലാമത്തെ ഈ ലൂപ്പ്. ഈ 4 ലൂപ്പും ഈ നോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന നോഡിനെ 4 ലൂപ്പും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലൂപ്പ് എന്ത് ചെയ്യുന്നില്ല? ഈ നോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി 3 ലൂപ്പുമായിട്ടും റിലേഷൻ ഉണ്ട്. ഈ ലൂപ്പുമായിട്ട് എന്തുണ്ടോ? റിലേഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു പെയറേ ഉള്ളൂ നോൺ ടച്ചിങ് ലൂപ്പ്. ഓക്കെ, 1 പെയർ ഓഫ് നോൺ ടച്ചിങ് ലൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാ? 3,1 ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ 4th question, consider the following statement with regarding to signal flow graph. ഈ തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിന് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൂടെ നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ദ നമ്പർ ഓഫ് ഈ ലൂപ്പ് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ നമ്പർ ഓഫ് ലൂപ്സ് ആർ 3. ഇവിടുത്തെ നമ്പർ ഓഫ് ലൂപ്സ് 3 ആണ് എന്നാണ് ഫസ്റ്റ് അവർ പറയുന്നത്. നോക്കാം, ഇവിടുത്തെ നമ്പർ ഓഫ് ലൂപ്സ് 3 ആണോ? ലൂപ്പ് നോക്കാൻ നമുക്കറിയാം അല്ലേ, എന്താ സർക്കുലർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ, സർക്കുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ എത്ര ലൂപ്പ് വരുന്നുണ്ട്? നമ്പർ ഓഫ് ലൂപ്സ് ആർ 3. ഫസ്റ്റ് ഈ വലിയൊരു ലൂപ്പ് നമുക്ക് എടുക്കാം. ഒരു ലൂപ്പ് ഉണ്ട് അല്ലെ, ഒരെണ്ണം കിട്ടി. അടുത്ത് രണ്ടാമത് നമുക്കിത് ഇത് കണ്ടോ, 2 ലൂപ്പായില്ലേ? 2 ലൂപ്പായി. അതായത് ഈ 2, 4, -2 വരുന്ന ഒരു ലൂപ്പ്, 5, 4, -2 വരുന്ന രണ്ടാമത്തെ ലൂപ്പ്. അടുത്ത മൂന്നാമത്തെ ലൂപ്പ് ഇവിടെ നോക്കാം. ഇത് കണ്ടോ, 3, 4, -2 3, 4, -2 വരുന്ന മൂന്നാമത്തെ ലൂപ്പ്. ഇങ്ങനെ 3 ലൂപ്പുകൾ നമുക്കവിടെ കിട്ടുന്നുണ്ട്. 3 ലൂപ്പുകൾ നമുക്കവിടെ കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ് ആണ്. ഫസ്റ്റ് വണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. So first one correct statement and second one is invalid. Why? Because the number of loops are 2. Alla, number of loops 3 ഉണ്ട്. So second one is wrong. Third one,
The number of forward paths are 3. Forward path ന്റെ എണ്ണം നോക്കാം. Forward path ന്റെ എണ്ണം. So loop നോക്കി നമ്മൾ forward path. Forward path എന്താണ്? Direction ഫ്രണ്ടിലോട്ടോ. So ഒരു forward path ആയി. ആരോ മാർക്കെല്ലാം ഫോർവേഡ് പോകുന്നു 2, അടുത്ത് 3. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഈ ആരോ റിവേഴ്സിലാണ് നടക്കുന്നത്. സോ ദിസ് ഇസ് എ ഫീഡ്ബാക്ക് പാത്ത് ആണ്. സോ ഫീഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് 3 എണ്ണേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ആർ 3. ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ് വൺ. ഓക്കെ, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ C/R റേഷ്യോ ഈസ് 40/81. ചെക്ക് ചെയ്യാം. C/R റേഷ്യോ മീൻസ് നമ്മൾ ഇതിന്റെ ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ ഓവറോൾ ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കാം. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കറിയാലോ. ഫോർവേഡ് പാത്ത് ഗെയിൻ ഡിവൈഡ് ബൈ 1 മൈനസ് ഓഫ് ലൂപ്പ് ഗെയിൻ. നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ച രീതി അതേ രീതി തന്നെയാണ്. സോ നോക്കിയാൽ ഫോർവേഡ് പാത്ത് എത്ര ഉണ്ട്? 3 ഫോർവേഡ് പാത്ത് ഉണ്ട്. ഇനി ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതില് നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ലൂപ്പുകളെല്ലാം ഈ ഫോർവേഡ് പാത്തോട് കണക്റ്റഡ് ആണ് എങ്കിൽ അവിടെ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഏതെങ്കിലും നോൺ ടച്ചിങ് ലൂപ്പ് വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമുള്ളൂ. കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വർക്കൗട്ട് കുറച്ച് കൂടും, അത്രേ ഉള്ളൂ. സോ ഇവിടെ ഫോർവേഡ് പാത്ത് ഗെയിൻസ് നോക്കാം. 1 ഇൻറ്റു ഫസ്റ്റ് പാത്ത് നമുക്ക് ഇതെടുക്കാം. ഇത് ഫസ്റ്റ് പാത്ത് 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 1 എന്താണ്? 2 ഇൻറ്റു 4 8 പ്ലസ് ആദ്യത്തെ പാത്തിന്റെ ഗെയിൻ എന്തായി? 8. സെക്കൻഡ് പാത്ത് ഇത് 1 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 1 1 ഇൻറ്റു 5 5 ഇൻറ്റു 4 20. ഓക്കെ, 20 പ്ലസ് ഇനി ഇവിടെ നോൺ ടച്ചിങ് ലൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ ഒന്നും വേറെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരാത്തത്. നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ 1 മൈനസ് ആ ഗെയിനും കൂടെ നമുക്ക് എടുക്കേണ്ടി വന്നേ. നോൺ ടച്ചിങ് ലൂപ്പിന്റെ ഗെയിനും കൂടെ നമുക്ക് എടുക്കേണ്ടി വന്നേ. നമുക്ക് ഇവിടെ അങ്ങനെ നോൺ ടച്ചിങ് ലൂപ്പ് ഇല്ല, അതുകൊണ്ട് നമുക്കത് നോക്കണ്ട. അടുത്ത പാത്ത് ഏതാണ്? ഇങ്ങനെ പോകുന്നത് 1 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 1 1 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 1. വാട്ട് ഇസ് ദാറ്റ്? 3 ഇൻറ്റു 4 12 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഓഫ്. ഓക്കെ, ഡിവൈഡ് ബൈ 1 മൈനസ് ഓഫ്. ഇതല്ലേ നമ്മൾ ചെയ്യുന്ന രീതി അല്ലേ? ഡിവൈഡ് ബൈ 1 മൈനസ് ഓഫ്. ഇനി ലൂപ്പ് ഇൻഡിവിജ്വൽ ലൂപ്പിന്റെ ഗെയിൻ എടുക്കുക. ഇൻഡിവിജ്വൽ ലൂപ്പിന്റെ ഗെയിൻസ്, അതായത് ലൂപ്പുകൾ എങ്ങനെ നമ്മൾ എടുത്തു? ഫസ്റ്റ് ലൂപ്പ് 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 2 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 2 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 16 പ്ലസ് അടുത്ത വരുന്ന ലൂപ്പ്, അടുത്ത ലൂപ്പ് ഏതാ? 5 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 2 5 into 4 20 into minus 2 is minus 40. Okay, this is minus 40. Next അടുത്ത ലൂപ്പ് ഏതാ? ഇത് 3 into 4 into minus 2 3 into 4 12 12 into minus 2 minus 24 Okay, so what is the answer? 8 plus 20 plus 12 is 40 divided by 1 plus 40. Sorry, 80. 1 plus 80. Minus 16, 56 plus 24 is 80. 1 plus 80, that is 40 by 81 ആണ് ഇവിടുത്തെ overall gain എന്ന് പറയുന്നത്. So 40 by 81 is a right answer. Okay. അതുകൊണ്ട് തന്നെ C/R ratio 28 by 81 is a wrong one. Okay, wrong option ആണ്. സോ 1ഉം 3ഉം 4ഉം ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ ഏതാണ്? 1 3, 4. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC ഇപ്പോൾ ഈ ഇടയിൽ കുറച്ച് നേരം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല. പണ്ടൊക്കെ നമുക്ക് ആയിരുന്നാലും ഏകദേശം PSCയുടെ എക്സാംസിന് ഒരു 70 to 75 അല്ലെങ്കിൽ 80% തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് തിയറി വായിച്ചുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് ഞാൻ 2-3 വട്ടം റിപ്പീറ്റഡ് വായിച്ച് പഠിച്ചിട്ട് കോൺസെപ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈസി ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈയിടെയായിട്ട് ട്രെൻഡ് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു 50-50 അല്ലെങ്കിൽ ഒരു 60-40. അതായത് 60 എവിടെയാണ്? പ്രോബ്ലത്തിലാണ് വരുന്നത്. ഈ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടി, അതിന്റെ ലെവൽ കൂടി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടൈം എടുത്ത് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. അതായത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് തീർക്കുക, പിന്നെ വന്നിട്ട് എന്ത് ചെയ്യുക? ഈ ടൈം എടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഒരുപാടാണ്. സോ അത്രയും വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഒരു പടി മുകളിൽ വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ, കാരണം എക്സാം ഏത് ലെവലിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏകദേശം എല്ലാ എക്സാമും നല്ല ലെവലിലാണ് വരുന്നത്. പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് പോയി എഴുതാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നത്. കൂടുതലും പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇരുന്ന് വർക്കൗട്ട് ചെയ്യാതെ തന്നെ വേണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇല്ല എന്നല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട്, പ്രോബ്ലംസ് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്. ഈ ലൈഫ് സേവർ AE ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും.